ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്ന നമ്മുടെ പ്രഭാസിന്റെയും പ്രശാന്ത് നീലിന്റെയും പൃഥ്വിരാജിന്റെയും കൂട്ടുകെട്ടിൽ പുറത്തു വരുന്ന ബ്രഹ്മാണ്ഡ ചിത്രമായിട്ടുള്ള സലാർ അതിന്റെ ഫസ്റ്റ് ഷോ കണ്ടു. ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ശരാശരി അനുഭവമാണ് കിട്ടിയത്. ഞാൻ വിചാരിച്ച ആ ഒരു ഔട്ട്പുട്ട് എനിക്ക് ആ ഒരു സിനിമയിൽ കിട്ടിയില്ല എന്ന് വേദനയോട് കൂടി തന്നെ പറയട്ടെ. ഈ അമിത പ്രതീക്ഷ എന്നും ആപത്താണ്. ഒരുപാട് പ്രതീക്ഷയോട് കൂടി പോകുന്ന സിനിമകളെല്ലാം തന്നെ നിരാശയാണ് സമ്മാനിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് അത്ര നിരാശയിലേക്ക് പോയില്ലെങ്കിലും കുറെ കൂടിയൊക്കെ എവിടെയൊക്കെയോ നന്നാക്കാമായിരുന്നു. മൊത്തത്തിലൊരു വലിച്ചു നീട്ടലാണ് അനുഭവപ്പെട്ടത്. എടുത്തു പറയേണ്ടത് സ്ലോ മോഷനാണ്. സിനിമ മൊത്തത്തിൽ സ്ലോ മോഷനാണ്. ആ സ്ലോ മോഷനുകളെല്ലാം ഒരു 1x കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ, ഒരു അല്പം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിരുന്നെങ്കിൽ സിനിമ ഒരു 2 മണിക്കൂറിലോ 2.25 മണിക്കൂറിലോ ഒക്കെ തീർക്കാമായിരുന്നു. നായകൻ വരുന്നതും ഡയലോഗ് പറയുന്നതും കൈയിടിക്കുന്നതും ഇടിക്കുന്നതും എല്ലാം വളരെ സ്ലോ മോഷനിൽ റിലാക്സ് ചെയ്താണ് പോകുന്നത്. പിന്നെ സിനിമയുടെ ഡ്യൂറേഷൻ ഒരു 3 മണിക്കൂറാണ്. ആ ഒരു 3 മണിക്കൂറിൽ വലിച്ചു നീട്ടി റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടാവുന്നതിൻ്റെ മാക്സിമം വലിച്ചു നീട്ടിയിട്ടുണ്ട്. ആദ്യൊരു മണിക്കൂർ ഒന്നും മനസ്സിലാവാതെ എല്ലാവരും ഇങ്ങനെ തെക്ക് വടക്ക് നോക്കിയിരിക്കുകയാണ്. ആർക്കും ഒരു തേങ്ങയും മനസ്സിലാവുന്നില്ല. ഒന്ന് കടിച്ചാൽ പൊട്ടാത്ത പേരുകളൊക്കെയാണ് കഥാപാത്രങ്ങൾക്കും അതുപോലെ തന്നെ സ്ഥലങ്ങൾക്കും ഉള്ളത്. എഴുതി കാണിക്കുന്ന ആ ഒരു സ്ഥലപ്പേര് പോലും പലപ്പോഴും വായിക്കാൻ പറ്റുന്നില്ല. കാരണം അത്ര കടികെട്ടി പേരുകളൊക്കെ തന്നെയാണ് സ്ഥലങ്ങൾക്ക് ഇട്ട് വെച്ചേക്കണം. പിന്നെ നമുക്കിത് കാണുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ആയിക്കോട്ടെ, കളർ ടോൺ ആയിക്കോട്ടെ, എല്ലാം ഒരു KGF നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം, ഒരു സംവിധായകൻ ഒരു പടം ചെയ്തു, അതിൻ്റെ ഷെയ്ഡ് പിടിക്കാതെ വേറൊരു ഷെയ്ഡിലൊരു സിനിമ ചെയ്ത് കാണണം. എങ്കിലാണ് ആ സംവിധായകൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് കുറേയൊക്കെ KGFന് സമാനമായിട്ട് ആ ഒരു പാറ്റേണിൽ തന്നെയാണ് വന്നേക്കുന്നത്. എത്രയൊക്കെ KGF ആയിട്ട് കമ്പയർ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ കമ്പയർ ചെയ്ത് പോകും. കാരണം കുറേ കാര്യങ്ങളായിട്ട് നമുക്ക് KGF ആയിട്ട് സിമിലാരിറ്റി ഉണ്ട്. എടുത്തു പറയേണ്ടത് രവി ബാസുർ ചെയ്തേക്കുന്ന മ്യൂസിക്. ചില നേരത്തെ മറ്റേ തന്താനതാനിയുടെ ആ ഒരു ഹമ്മിങ് ഒഴിച്ച് ബാക്കി എല്ലാം കയറി വന്നിട്ടുണ്ട്. ശരിക്കും KGFന് ഓർമ്മിപ്പിക്കുന്ന, ശരിക്കും KGFന് അനുസ്മരിക്കുന്ന രീതിയിലുള്ള മ്യൂസിക്കൊക്കെയാണ് പടത്തിൽ ചെയ്തു വെച്ച് പോയേക്കണം. കളർ ടോൺ എൻറ്റയർലി KGFൻ്റെയാണ്. പിന്നെ പടത്തിൽ വരുന്ന ആ ഒരു ബ്ലാക്ക് ടോൺ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കട്ട്സ് എല്ലാം KGFനെ അറിയാതെ ഓർമ്മിപ്പിക്കും. പിന്നെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ആക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ആ KGF നമുക്കൊരു ഇമോഷണലി കണക്ട് വന്നു. നമ്മുടെ കണ്ണ് നിറയിക്കാനും ഇടിക്കലാവനെന്ന് പറയിപ്പിക്കാനും, റോക്കി ബായ് വരുന്ന മാസ് ഡയലോഗ് പഞ്ച് പറയുമ്പോൾ കൈയടിക്കാനുള്ള ആ ഒരു ആവേശവും രോമാഞ്ചവും ഒക്കെ തന്നു. ബട്ട് ഹിയർ when it comes to Salar, I don't get anything. ഇത് എൻ്റെ മാത്രം കുഴപ്പമാണോ എന്ന് ഞാൻ ചിന്തിച്ചു. ഇനി വല്ല തന്തവൈബും ആയതാണോ, ഒരു ഇമോഷണലി ഒരു കണക്ട് വരുന്നില്ല. അപ്പോൾ ഞാൻ അടുത്തിരിക്കുന്നവരോട് ചോദിച്ചു. അപ്പോൾ അവർക്കും വലിയ കാര്യമായിട്ടൊന്നും പിടിയിട്ടണമെന്നുള്ളൊരു ഫീലൊന്നും ചെയ്യല്ല. അത് ഞാൻ പടം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവരോടും ചോദിച്ചു, ഫോൺ ചെയ്ത് പടം കണ്ട 1-2 കൂട്ടുകാരോടും ചോദിച്ചു. ആകെ മൊത്തത്തിൽ അവർക്കൊക്കെ അങ്ങനെയാണ്. എതിരഭിപ്രായം ഉണ്ടാകാം, കമൻറ്റ് ചെയ്യുക. പക്ഷേ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ പ്രതീക്ഷ കുറച്ചധികം കൂടിപ്പോയി. എടുത്തു പറയേണ്ടതായിട്ട് എന്താ ഇപ്പോൾ പറയുക, പിന്നെ നായികയുടെ പെർഫോമൻസിനെ പറ്റി എടുത്തു പറയണം. 100 രൂപയ്ക്ക് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ 1000 രൂപയുടെ അല്ലെങ്കിൽ 10000 രൂപയുടെ എക്സ്പ്രഷൻ ഇട്ടാണ് നമ്മുടെ നായിക അഭിനയിച്ചേക്കണേ. പിന്നെ നമ്മുടെ നായകനെ ഇങ്ങനെ തള്ളി പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുക, 10 തലയിൽ ബുദ്ധിയുള്ള അറുമുഖനാണ് അവൻ എന്ന് പറയുന്ന പോലെ നായകനെ പറ്റി പറയാനും, നായകനെ കാണുമ്പോൾ വിറയ്ക്കാനും, നായകൻ്റെ പേര് കേൾക്കുമ്പോൾ പേടിച്ച് വിറയ്ക്കുന്ന അല്ലെങ്കിൽ വലിയ സംഭവമായ നായകനാണ് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് എന്നൊക്കെ ഉള്ള ആ ഒരു ബിൽഡപ്പ് ഉണ്ടല്ലോ. ആവശ്യത്തിലധികം എക്സ്പ്രഷൻസ് വാരി വിതറി ആദ്യമൊക്കെ ഒരു കൗതുകമായിട്ട് തോന്നിയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അതും ഭയങ്കര ബോറായിട്ട് തോന്നി. പിന്നെ അവിടെ ഇവിടെയൊക്കെ എന്തോ ക്രിഞ്ച് കല്ലുകടി ഫീലൊക്കെ തോന്നി. സിനിമയുടെ ഡ്യൂറേഷൻ കുറച്ച് കുറയ്ക്കാമായിരുന്നു. വാച്ച് നോക്കി മടുത്തു. കാരണം സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുമ്പോൾ അത് തീവ്ര ഒരു മെഗാ സീരിയൽ പോലെ ഇതിങ്ങനെ വലിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരു ശരാശരി അനുഭവം മാത്രമാണ് നമ്മുടെ സലാർ എന്ന് പറഞ്ഞൊരു സിനിമ സമ്മാനിച്ചത്. പിന്നെ നോട്ട് ദ പോയിന്റ്, ഈ സിനിമയ്ക്ക് എൻകറേജസ് ഒന്നും വരുന്നില്ല. ക്ലൈമാക്സിലേക്ക് എടുക്കുമ്പോൾ സെക്കൻഡ് പാർട്ടിൽ എന്തൊക്കെയോ ഭീകരമായ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമ്മളിൽ ഉളവാക്കുന്നുണ്ട്. അതിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു ശരാശരി നിലവാരം പുലർത്തിപ്പോയി. സെക്കൻഡ് ഹാഫിൽ നൂല് പൊട്ടിയ പട്ടം പോലെ എവിടെയൊക്കെയോ എന്തൊക്കെയോ സംഭവിച്ചു. സെക്കൻഡ് ഹാഫിലാണ് ആ ഒരു ഫ്ലാഷ് ബാക്ക് വരുന്നത്. പിന്നെ നമ്മുടെ നായിക, നമ്മുടെ KGFൽ പ്രകാശ് രാജ് നമ്മുടെ ജേർണലിസ്റ്റും തമ്മിൽ ഒരു സംസാരം നടക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണല്ലോ കഥ പറഞ്ഞു പോകുന്നത്. ഇവിടെയും ഏറെക്കുറെ ഫ്ലാഷ് ബാക്കൊക്കെ എങ്ങനെയാക്കാനാണ് ശ്രമിച്ചേക്കണേ. എനിക്ക് പേഴ്സണലി ചിരി വന്നു. അതൊരു കോമഡി ആയിട്ടാണ് തോന്നിയത്. അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. അപ്പോൾ പ്രശാന്ത് നീലിൻ്റെ സ്വന്തം പുസ്തകമായ KGFൽ നിന്ന് പുള്ളി അടർത്തിയെടുത്ത് ആ ഒരു പുസ്തകം പോലെ മറ്റൊരു പുസ്തകം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ ഒരു പുസ്തകം അധികം പ്രേക്ഷകരായിട്ട് കണക്ട് ആയില്ല. ഇനി സെക്കൻഡ് പാർട്ട് വരുമ്പോൾ എന്താവും എങ്ങനെയാവും നമ്മൾ കണ്ടറിയണം. അപ്പോൾ ഓവറോൾ ഒരു ശരാശരി അനുഭവമാണ് KGF എന്ന് പറയുന്ന സിനിമ. KGF വരെ ഒന്നു. സലാർ എന്ന് പറയുന്ന സിനിമ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.